കൂടെയുള്ള ഒരു ഗസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഗസലിന്റെ സ്വന്തം രാജകുമാരനോ അല്ലെങ്കിൽ അതിനേക്കാൾ എന്താ പറയാൻ എനിക്കറിയില്ല. ഗസലിന്റെ സ്വന്തം രാജൊക്കെ ഉണ്ട്. വെൽക്കം ചെയ്യാം ഒരുപാട് സ്നേഹത്തോടെ. ഹലോ, വെൽക്കം ടു ഗാലറി വിഷൻ മീഡിയ. കത്ത് പാട്ട് പാടി നടന്ന് കാട്ടുമുല്ലച്ചോട്ടിലിരുന്ന്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ഒരു പാട്ടുണ്ട്. ഏതാണ് ആ പാട്ട്? കത്തുപാട്ട് പാടി നടന്നു കാട്ടുമുല്ലച്ചോട്ടിലിരുന്ന് കണ്ണ് കൊണ്ട് കളം വരച്ച് കാത്തിരുന്നോള്. ശരിക്കും നമ്മൾ ഈ പാടുമ്പോഴേ എനിക്ക് തോന്നുന്നു കുറച്ച് ശരിക്കും ചോദിക്കരുത്. നിങ്ങളെ പാട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാനാണ് ഇഷ്ടം. പൈസ കൊണ്ട് ടിക്കറ്റ് എടുത്ത് പരിപാടിയാണ്. ചോദിക്കല്ല. ശരിക്കും എപ്പോഴെങ്കിലൊക്കെ മുമ്പ് റിജക്ഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ഇപ്പോഴുള്ള പോലെയല്ല. അത് ഉണ്ട്, അന്നും ഇന്നൊക്കെ. ഞാൻ മുമ്പ് അതുപോലെ തന്നെ കേട്ടിട്ടുണ്ട്. പ്രൊഫഷണൽ ആയിട്ട് സംഗീതം പഠിച്ചിട്ടില്ല. ഇല്ല, അങ്ങനെ പഠിച്ച ഒരു ഗുരുമുഖത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ ഒരു ചിട്ടയോടുകൂടി പഠിച്ചിട്ടില്ല. സലാം ചൊല്ലി പിരിയും മുമ്പ് റൂഹേ നീ കവളി വെക്കുന്നു. ശരിക്കും റാസിഖാന്റെ ഒരു ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റാസിഖാൻ എൻജോയ് ചെയ്യുന്ന പാട്ടുകൾ ഏതൊക്കെയാണ്? ഒറ്റയ്ക്കിരിക്കുന്ന പാട്ടൊന്നും കേൾക്കൂല. എന്ത് ചെയ്യും? വെറുതെ ഇരിക്കും, വെറുതെ ആലോചിക്കും. ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാക്കും, നീ എങ്ങനെ തുണയാക്കും, നീ എങ്ങനെ മരമാക്കും, നീയില്ലെങ്കിൽ ഞാനെങ്ങനെ മഴയാക്കും, ഞാനെങ്ങനെ നിഴലാക്കും, ഞാനെങ്ങനെ ഞാനാക്കും. ഹലോ, വെൽക്കം ടു ഗാലറി വിഷൻ മീഡിയ. ഞാൻ നൈനിഷ. ഇന്ന് എൻ്റെ കൂടെ എന്താ പറയാ ഗസലിന്റെ സ്വന്തം റാസിഖ ഉണ്ട്. വെൽക്കം ചെയ്യാം ഒരുപാട് സ്നേഹത്തോടെ. ഹലോ, വെൽക്കം ടു ഗാലറി വിഷൻ മീഡിയ. എനിക്ക് തോന്നുന്നു ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ ഇന്റർവ്യൂ എടുക്കാൻ വരുന്നത്. റാസിഖയുടെ ഇന്റർവ്യൂ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, ഞാൻ അങ്ങോട്ട് വന്ന് കുറെ പാട്ടൊക്കെ കേൾക്കാലോ എന്ന് മാത്രമേ എൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഞങ്ങൾ കുറച്ച് വയ്യാണ്ടിരിക്കുകയാണ് അല്ലേ, കുറച്ച് ത്രോട്ടിനൊരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നീ എന്നെ ഒരുപാട് പാടിപ്പിച്ച് ബുദ്ധിമുട്ടിപ്പിക്കരുതെന്ന്. അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞു കുറച്ചൊക്കെ ഞാൻ പാടിപ്പിക്കുമെന്ന്. പാട്ടില്ലാതെ എന്ത് റാസിഖ അല്ലേ? പാട്ടെന്ന് പറഞ്ഞാൽ റാസിഖാണ് ഇപ്പൊ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ഒരു പാട്ടുണ്ട്. ഏതാണ് ആ പാട്ട്? നമ്മുടെ സുഹൃത്ത് ഹംസ എഴുതിയിട്ടുള്ള കത്ത് പാട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടാണ്. കുട്ടികളൊക്കെ ഇപ്പൊ അത് ഇങ്ങനെ കുറെ റീലും ഇതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര സന്തോഷമുണ്ട്. വമ്പൻ വൈറലായി അല്ലേ, ഭയങ്കര വൈറലായി. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇൻസ്റ്റാഗ്രാമില് ഏറ്റവും കൂടുതൽ കത്ത് പാട്ട് വൈറലായിരിക്കുന്നത് ഏത് ബാക്ക്ഗ്രൗണ്ടിനാന്ന് ശ്രദ്ധിച്ചോ? കുറെ ഫുഡ്, അതായത് നമ്മുടെ ഈ ഫ്രൂട്ട്സ് ഇങ്ങനെ അരിഞ്ഞിടുന്നതിനാണ് ഈ പാട്ട് ഇങ്ങനെ പോകുന്നത്. അതെങ്ങനെ അങ്ങനെ കണക്ട് ആയെന്ന് ചിന്തിച്ചോ? അല്ല, അത് അങ്ങനെയാണ്. നമ്മളൊരു ആർട്ട് ആളുകളിലേക്ക് കൊടുക്കുമ്പം ഇത് ഏത് തരത്തിലാണ് അവരെ കണക്ട് ചെയ്യാന്നുള്ള നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ കത്തുപാട്ട് എന്നൊക്കെ ആ ടൈറ്റിൽ ഒരാൾ കേൾക്കുമ്പോൾ എനിക്ക് പഴയ എസ് എ ജമീൽ ഖാൻ്റെ ഒക്കെ പാട്ട് പോലത്തെ ഒരു കത്തുപാട്ടായിരിക്കും. പക്ഷെ ഇതല്ല, ടൈറ്റിലേ അത് കത്ത് ഉള്ളൂ. ബാക്കി അതിൻ്റെ സൗണ്ടിങ്സും അതിൻ്റെ ലിറിക് വോയിസ് എല്ലാം ഒരു പഴയ നൊസ്റ്റാൾജിക് ലൈഫിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടു പോകുന്ന തരത്തിലൊരു സാധനം. അപ്പം ആ സൗണ്ടിങ് ഏതോ തരത്തിൽ കുട്ടികളെ ഇത്തരത്തിലുള്ള വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചു എന്നുള്ള ഒരാൾ ഉണ്ടാക്കിയാലും ബാക്കി എല്ലാവരും ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ വന്നു എന്നുള്ള. അത് സൈന ഇൻഡി അവരാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും സന്തോഷം, കുട്ടികളൊക്കെ പാടുമ്പോൾ. കുട്ടികളല്ല, ഒരുവിധം എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട് ഈ പാട്ട്. ഫസ്റ്റ് ഇങ്ങനെ വൈറലായപ്പം ഈ ഇതിന്റെ സോങ്ങിന്റെ പിന്നണിയിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും, അവരെ വിളിച്ച് ഷെയർ ചെയ്തോ ഇത് ഇങ്ങനെയാണല്ലോ പോകുന്നതെന്ന് പറഞ്ഞോ? അത് എന്തായാലും അത് പോകുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷം. എങ്ങനെയെങ്കിലും പോയാൽ മതി. ഓക്കെ, നമുക്ക് ആ പാട്ടിന്റെ ഒരു 4 വരി കേൾക്കാം. ഓക്കെ ആണല്ലോ അല്ലേ? പഴയ എനിക്ക് ഇതിൻ്റെ ഒരു കമ്പോസിങ് ചെയ്യുമ്പോൾ ഒരു എൻ്റെ ഉള്ളിലുള്ളൊരു ഉദ്ദേശം പഴയ ഈ പിന്നെ എവിയൊക്കെ ബാബുക്ക കൂട്ടുകാരിൽ ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റൈൽ ഓഫ് സാധനം, ഒരു പഴയ റെട്രോ വിൻറ്റേജ് സാധനം വേണമെന്നുള്ള നിലക്ക് ചെയ്തായിരുന്നു. അങ്ങനെ ഇതാണ്. കത്തുപാട്ട് പാടി നടന്നു
കാട്ടുമുല്ല ചോട്ടിലിരുന്ന് കണ്ണ് കൊണ്ട് കളം വരച്ച് കാത്തിരുന്നോള് കാത്തിരുന്നോള്. ഓക്കെ, വേഗം നിർത്തിയില്ലേ? പക്ഷെ ഈ പാട്ടിന്റെ ഒരു വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ എല്ലാ പാട്ടിലും ഉള്ള ഒരു റാസക്കല്ല അതില്, അല്ലെ കുറച്ചും കൂടി ഒരു മോഡേൺ, എന്താ അതിന് പറയാ, കുറച്ചും കൂടി ഒരു അത് കുറച്ചൊരു ഹിപ്പ് ഹോപ്പ് ട്രാപ്പ് ബീറ്റ് ഒക്കെ ആയിട്ടുള്ളൊരു ട്രാക്കാണത്. അങ്ങനത്തെ ഒരു പുതിയൊരു ഇൻഡി പോപ്പ് എന്നൊക്കെ ആണെങ്കിൽ അതിന് വിളിക്കാം, അതിന്റെ ഒരു ജോണറിന്. പക്ഷെ അപ്പൊ ആ തരത്തിലുള്ളൊരു വിഷ്വലാണ് അതിലുള്ളത്. അങ്ങനെ പിന്നെ ഒരു മിക്സിംഗ് ആ അല്ലെ, ഒരുപാട് ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു മിക്സിംഗ് ഒക്കെ ഉണ്ട് അതിൽ. നമ്മളൊരു ജോണർ ഓഫ് മ്യൂസിക്കിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അവതരണമാണ്. ഞാൻ മുമ്പത്തെ ഒരു ഇന്റർവ്യൂവിൽ ചോദിച്ചിരുന്നു ഇതിലെന്തെങ്കിലും ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമോ എന്നുള്ളത്. വ്യത്യസ്തത എന്ന് വെച്ചാൽ നമ്മൾ പല ജോണറുമായിട്ട് കൊളാബ് ചെയ്യുക, പല ആർട്ടിസ്റ്റുകളായിട്ട് കൊളാബ് ചെയ്യുക. അതൊക്കെ ഒരു ആർട്ടിസ്റ്റുകളുടെ സമയത്തോളം ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന സംഭവമാണ്. പലപ്പോഴും നമ്മൾ ഒരു സംഗതിയിൽ പോവാതെ ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പം എന്നെ സംബന്ധിച്ചുള്ള ഗസൽ പഴയ പാട്ടുകൾ എന്നുള്ളതാണ് എൻ്റെ കോൺസെൻട്രേഷൻ പലപ്പോഴും. പക്ഷെ എന്നിരുന്നാലും മറ്റു ജോണറുകളിലേക്കും മറ്റു പാട്ടുകളിലേക്കും പലപ്പോഴും ഇടയ്ക്ക് ഇങ്ങനെ പോവാറുണ്ട്. എപ്പോഴും കേൾക്കാറുണ്ട് പലതരത്തിലുള്ള പാട്ടുകളും ഒക്കെ. അതാണ് അതിൻ്റെ ഒരു സംഗതി. അപ്പോൾ അതിൽ വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടല്ല. ഇതാണ് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ജോണർ, വ്യത്യസ്തമായിട്ടുള്ള ആർട്ടിസ്റ്റുകളായിട്ടും ഇടയ്ക്ക് കൊളാബ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. ഇപ്പോൾ കുട്ടികളിപ്പോൾ കത്തുപാട്ട് കേട്ടു, ആ കുട്ടികളിപ്പോൾ കുറേ ആളും നമ്മുടെ മുമ്പത്തെ പാട്ടുകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ കത്തുപാട്ടും അത് കേൾക്കാനുള്ളൊരു കാരണമല്ല. പലരും ഞാൻ ഈ കമന്റ്സ് നോക്കിയപ്പോൾ അതിൽ കണ്ടു ഇത് ആരാ പാടിയത്, ഇതിന്റെ ഒറിജിനൽ ആരാണിതെന്ന് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നോക്കിയിട്ട് ഇത് റാസക്കായിരുന്നോ പാടിയത് എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവമാണ് ശരിക്കും കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇപ്പൊ ഈ കുട്ടികളെന്ന് എടുത്ത് പറയുമ്പോൾ എനിക്കൊന്ന് റാസക്കന്റെ ഒരുപാട് സോങ് അടിപൊളിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും കുട്ടികളിലേക്ക് ഇറങ്ങിച്ചില്ലെന്ന ഫസ്റ്റത്തെ ഒരു പാട്ടായിരിക്കും. ഞാൻ റീസെന്റ് ചെയ്ത കൺസേർട്ട്, ലൈവ് കൺസേർട്ടുകളൊക്കെ സ്കൂളുകളിലായിരുന്നു. അവരുടെ 100ാം വാർഷികം, ഇങ്ങനെ വാർഷികമായിട്ട് ബന്ധപ്പെട്ട പരിപാടികളായിരുന്നു. അപ്പൊ അവിടെ കത്തുപാട്ട് കുട്ടികൾ അതിന്റെ വരികളൊക്കെ പഠിച്ചിട്ട് ഫുള്ള് കംപ്ലീറ്റ് പാടുന്നുണ്ട്. പക്ഷെ എന്നാൽ അതേസമയം കുട്ടികൾ അത് കഴിഞ്ഞപാട് ഇതും കേൾക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു ജോണറിലേക്കുള്ള ഒരു വഴിയാവുകയാണെങ്കിൽ അത് സന്തോഷമാണ്. വേറെ ഒരു ഗസൽ അല്ലെങ്കിൽ പഴയ പാട്ടുകൾ എന്നുള്ളൊരു സംഗതിയിലെ കുട്ടികൾക്ക് എത്തിവെക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട് അത് നമ്മുടെ. കാരണം ഞാൻ ഈ ലൈവ് കൺസേർട്ടിൽ അവതരിപ്പിക്കുമ്പോൾ പലപ്പോഴും നമ്മളെ അക്കോസ്റ്റിക് ഇൻസ്ട്രുമെൻറ്റ്, ലൈവ് ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. ഹാർമോണിയം, തബല, സിത്താർ, ഗിറ്റാർ, വയലിനൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ കുട്ടികൾ പിന്നെ എന്താ പറയുക, പ്രതീക്ഷിക്കുക മറ്റേ കത്തുപാട്ട് കേട്ട ഒരു സൗണ്ടിങ്ങിന് ഇവിടത്തേക്ക് വരുമ്പം ഇങ്ങനത്തെ ഒരു സാധനത്തിലാണ്. അത് വേറൊരു അനുഭവം കുട്ടികൾക്ക്. അതെ, കേൾക്കുന്നത് നമുക്കും ഒരു അനുഭവമാണ്, കുട്ടികൾക്കും ഒരു അനുഭവമാണ്. ശരിയാണ് അല്ലേ? ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നപ്പോൾ ഫസ്റ്റ് ടൈം ആയിരിക്കും കുട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ളത്. അപ്പോൾ എങ്ങനെയാ ശരിക്കും ഒരുപാട് സന്തോഷിക്കുന്നുണ്ടോ? ഇപ്പം ഇങ്ങനെ ഒരു ജോണറിൽ ഇനിയും ഇറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്, ചെയ്യുന്നുണ്ട്. എന്താ പറയുക, കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ആർട്ട് എല്ലാ ആളുകളിലേക്കും എത്തുക എന്നുള്ളത് ഒരു വലിയൊരു. പണ്ട് ഈ പാട്ടായിരുന്നു, ഇതിനു മുമ്പ് ഇതേപോലെ പോയാൽ മറ്റേ നീയെറിഞ്ഞ കല്ല് പാഞ്ഞു മാനത്തമ്പിളി പാതി മുറിഞ്ഞു തോട്ട് വരമ്പിൽ വീണതെന്നു പുള്ളു പറഞ്ഞില്ലേ, പുള്ളു പറഞ്ഞില്ലേ. അതെന്റെ മോള് ഞാനൊക്കെ കൂടി പാടിയിരുന്നു. മോളൊക്കെ കൂടി പാടിയിരുന്ന ഒരു പാട്ട്. ആ സമയത്തായിരുന്നു ഇങ്ങനത്തെ ഒരു പാട്ട്. പക്ഷെ അത് ഇങ്ങനത്തെ ഒരു ജോണർ ഓഫ് മ്യൂസിക്, നമ്മളെ ഒരു ജോണർ ഓഫ് മ്യൂസിക്കിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്തൊരു സംഭവം അങ്ങനെ. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ കത്തുപാട്ട്. പക്ഷെ മോള് കവറൊന്നും ചെയ്ത് കണ്ടിട്ടില്ല. നേരത്തെ ജലാൽഭായിന്റെ കുട്ടികളൊക്കെ ഇങ്ങനെ പാടിയിട്ടുള്ള സംഗതികളൊക്കെ ഇങ്ങനെ കേൾപ്പിച്ചത്. കുട്ടികളൊക്കെ ഇങ്ങനെ പാടുന്നു. എനിക്കൊന്നും ഓടത്തേക്ക് എത്തിയില്ലാത്തത്. പക്ഷെ മോളെന്താ അറിയാം, മോള് കുറെയൊക്കെ ഇംഗ്ലീഷ് സോങ്ങുകളാണ്. അപ്പോൾ അങ്ങനത്തെ കൂടുതലും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ലാസ്റ്റ് എന്നോട് പറയുന്നത്, ഇപ്പോ മറ്റേ സ്ട്രേ കിഡൊക്കെ കുറെ മുമ്പേ കേട്ടിരുന്നു. ഇപ്പോൾ പുതിയൊരു ജോണർ എന്തോ പറഞ്ഞിരുന്നു. എപ്പോഴും ഇങ്ങനെ ഡിസ്കസ് ചെയ്യും പല മ്യൂസിക്കുകൾ കേൾക്കുമ്പോൾ ഒക്കെ. ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ക്ലാസിക്കൽ, പഴയ വെസ്റ്റേൺ സാധനത്തിലേക്ക്, ക്ലാസിക്കലല്ല മൈക്കിൾ ജാക്സൺ പോലുള്ള ട്രാക്കുകളിലേക്ക് കൂടുതൽ കേൾക്കുകയും ഗിറ്റാർ വായിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു മൂഡിലൊക്കെയാണ് മുപ്പത്തിയുള്ളത്. ഒരു വഴി വ്യത്യസ്തമായിട്ടുള്ള വഴി. അത് ആ രീതിയിൽ നമ്മളത്
വിട്ടുകൊടുക്കുക എന്നുള്ള. ചോദിക്കും, അതായത് എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ പഴയ പാട്ടിലോട് കോൺസെൻട്രേറ്റ് ചെയ്യുമോളെന്ന് പറയാറുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നിനും നിർബന്ധം പിടിക്കാറില്ല. ഇല്ല, കാരണം നമ്മൾ അതിന് മാത്രം വലിയ ആളൊന്നുമല്ലല്ലോ. അത് ജീവിതത്തിലായാലും മ്യൂസിക്കിലായാലും എല്ലാത്തിലും. പക്ഷേ എന്തെങ്കിലും പിന്നെ അപകടം സംഭവിക്കുന്ന സംഗതികൾ പറയും. അതിന്ന് സംഭവം ഉണ്ടാവാമെന്ന് മാത്രം. ഇനിയിപ്പോൾ അത് അനുഭവിക്കണമെങ്കിൽ നേരിട്ട് പോയി അനുഭവിക്കട്ടെ എന്നുള്ള മാത്രം. എനിക്ക് തോന്നുന്നു ഈ ഗസലധികം പാടുമ്പോഴും വളരെ ഇമോഷണലി നമുക്ക് ഭയങ്കര കണക്റ്റ് ആവുന്ന ഒരു സോങ് ആണ് അല്ലേ? ശരിക്കും നമുക്കൊക്കെ വളരെയധികം ഒറ്റപ്പെട്ടെന്ന് തോന്നുമ്പോൾ നമ്മൾ അധികം എടുത്ത് കേൾക്കാറ് ഒരു പാട്ടാണത്. എനിക്ക് തോന്നുന്നു ഒരു സലാം ചൊല്ലി, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണത്. അതേപോലെ തന്നെ മണ്ണിനടിയിലും കണ്ണുകൾ നിന്നെ കാത്തിരിക്കും, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കേൾക്കാൻ. ശരിക്കും റാസിഖാൻ്റെ ഒരു ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റാസിഖാൻ എൻജോയ് ചെയ്യുന്ന പാട്ടുകൾ ഏതൊക്കെയാണ്? ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ പാട്ടൊന്നും കേൾക്കൂല. എന്ത് ചെയ്യും? വെറുതെ ഇരിക്കും, വെറുതെ ആലോചിച്ചിരിക്കും. ഞാൻ പലപ്പോഴും അതിൽ നിന്ന് പാട്ടൊന്നും മെല്ലെ ഈവൻ വായിക്കാൻ പോലും താല്പര്യപ്പെടില്ല. വെറുതെ ഇരിക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ അതാണ് ഏറ്റവും വെറുതെ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം അത്രയും വെറുതെ ഇരിക്കാതല്ലോ. പിന്നെ ഇതൊക്കെ പൈസ കിട്ടണ്ടേ, ജീവിക്കണ്ടേ, അവിടെ ഒരു പാട്ടും ഉണ്ടാക്കണ്ടല്ല. പക്ഷെ ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ ആത്മാർത്ഥമായിട്ട് തന്നെ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ പാട്ട് കേൾക്കലും അതൊരു വലിയ വിഷയമാണ്. നമ്മളിപ്പോൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ അത് പഠിക്കാനായിട്ടാണോ അതല്ല നമ്മൾ സ്വന്തം ഇഷ്ടത്തോടുകൂടി ആസ്വദിക്കാനാണോ കേൾക്കുന്നതിനുള്ള ഈ രണ്ട് കോൺഫ്ലിക്റ്റ് എപ്പോഴും എൻ്റെ മനസ്സിൽ പലപ്പോഴും വരും. അപ്പോൾ ഒന്നും ചെയ്യാതിരിക്കും, പാട്ട് കേൾക്കാതിരിക്കും പലപ്പോഴും. പിന്നെ റെഫറൻസ് നമുക്ക് പഠനം എന്നുള്ള നിലക്കൊക്കെ നദി ഉസ്താദിൻ്റെ ഒക്കെയാണ്, ക്ലാസിക്കൽ മാസ്റ്റേഴ്സിൻ്റെ ആണ് കൂടുതൽ കേൾക്കുക. തുമരി, ഗസൽസ്, ഇങ്ങനെ പഴയ പാട്ടുകൾ, അതൊക്കെ. മറ്റത് പുതിയ പാട്ടുകൾ പലപ്പോഴും നമ്മൾ സാന്ദർഭികമായിട്ട് കേൾക്കുന്ന സംഗതിയാണ്. ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പം ഒക്കെയുള്ള സംഭവങ്ങൾ. എന്നെ പലപ്പോഴും അട്രാക്റ്റ് ചെയ്തിട്ടുള്ളത് മാസ്റ്റേഴ്സിൻ്റെ സംഗതികളും പിന്നെ പ്രത്യേകിച്ച് എ ആർ റഹ്മാൻ്റെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പഴയ പാട്ടുകളൊക്കെയാണ് എന്നെ പേഴ്സണലി അട്രാക്ട് ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ട് അത് നല്ലതാണെന്നോ മറ്റേത് മോശമാണെന്നോ ഞാൻ പറയുന്നില്ല, എനിക്കിഷ്ടമാണ്. പേഴ്സണൽ ചോയ്സ് അതാണ് അല്ലേ? ഓക്കെ. ഇപ്പം ഞാൻ സലാം ചൊല്ലി എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് അതൊന്ന് കേൾക്കണം. ഓ ആയിക്കോട്ടെ. ഇത് ഷാവുൽ ഹമീദ് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് എഴുതിയ, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി ഞാൻ ചോദിക്കുമ്പോൾ ആൾ പറയുന്നത് വെച്ചാൽ സലാം ചൊല്ലി പിരിയും മുമ്പേ റൂഹെ എനിക്ക് അവളിലേക്കൊന്ന് ഹിജ്റ പോകണം. ഹിജ്റ എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ പലായനത്തിനൊക്കെയാണ് ആ വാക്ക് ഉപയോഗിക്കാറുള്ളത്. ഹിജ്റ അത് ആശയപരമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള പലായനാവാം, വേറൊരു നല്ല ജീവിതം തേടിയുള്ളൊരു പലായനാവാം, എന്തും ആവാം. പക്ഷെ ഇവിടെ ആൾ മീൻ ചെയ്തൊരു സംഗതി ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ, ഒരാളെ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് നമ്മൾ ആ സ്നേഹം മനസ്സിലാക്കാതിരുന്നൊരു സമയം ഉണ്ടാവും പലപ്പോഴും. പിന്നീട് അതിനെക്കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു കുറ്റബോധമൊക്കെ. അപ്പം അവൾ സ്നേഹിച്ചിരുന്ന ഒരു ഭൂമികയിലേക്ക് വീണ്ടും ഒരു ഹിജ്റ പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ് ആ പാട്ട്. കാരണം സലാം ചൊല്ലി പിരിയും മുമ്പ്, മരിക്കുന്നതിന് മുമ്പ് സലാം ചൊല്ലി പിരിയും മുമ്പേ റൂഹെ എനിക്ക് അവളിലേക്കൊന്ന് ഹിജ്റ പോകണം. അവളാൽ സ്നേഹിക്കപ്പെടുന്ന കരുതൽ കിട്ടുന്ന ആ ഭൂമികയിലേക്ക് വീണ്ടും ഒരു പോക്ക്. ആ സാധനമാണ് അതിൻ്റെ ഒരു അങ്ങനെ ഫീൽ ചെയ്ത് സംസാരിക്കുന്നു. സലാം ചൊല്ലി പിരിയും മുമ്പേ, സലാം ചൊല്ലി പിരിയും മുമ്പേ റൂഹേ നിക്കവളിലേക്കൊന്ന് ഹിജ്റ പോകണം, ഹിജ്റ പോകണം. റൂഹേ നിക്കവളിലേക്കൊന്ന് ഹിജ്റ പോകണം, ഹിജ്റ പോകണം. സലാം ചൊല്ലി പിരിയും മുമ്പേ. പിന്നെ പാട്ടുകൾ പലപ്പോഴും എല്ലാ പാട്ടുകളും നമ്മളെ സംബന്ധിക്കുന്നതല്ല, നമ്മളെ ലൈഫുമായിട്ട് ബന്ധപ്പെടുന്നൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഉദാഹരണത്തിനില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആ വിഷയം, ആ ലിറിക്സ് സംസാരിക്കുമ്പം സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരാൾ അഭിനയിക്കുമ്പം അയാളല്ല, ആ അഭിനയിക്കുന്ന ആളല്ല അയാളുടെ ജീവിതത്തിൽ. നമ്മൾ ആ പാടുമ്പോൾ ലിറിക്സ് പാടുമ്പോൾ ഒരിക്കലും അതല്ല. പക്ഷെ ആ ലിറിക്സിനോട് എത്രത്തോളം ആത്മാർത്ഥത പുലർത്താൻ പറ്റും അത് നമ്മുടെ ആലാപനത്തിൽ നമ്മൾ കൊണ്ടുവരുന്നില്ല, അവതരിപ്പിക്കപ്പെടുമ്പോഴും പലപ്പോഴും. കാരണം ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ കത്തുപാട്ടിലേക്കാണ് പോകുന്നത്. കാരണം അത് ഏറ്റവും അതിൽ നേരെ ഓപ്പോസിറ്റ് വ്യത്യസ്തമായിട്ടുള്ളൊരു ജീവിത സാഹചര്യമാണ് കത്തുപാട്ട്. പിന്നെ കണ്ണുകൊണ്ടൊരു കൊളുത്തി എന്നൊക്കെ പറയുമ്പോൾ ഒരു ശരിക്കും ഫണ്ണി ആയിട്ടുള്ളൊരു. അപ്പോൾ ഇതെല്ലാം ചേർന്നാണ് ഒരു മനുഷ്യൻ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ സലാം ചൊല്ലിയിട്ട് ഇത് പാടിക്കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഉള്ളിൽ എന്താന്ന് വിചാരിക്കുന്നത് എനിക്ക് മനസ്സിലായി, അതല്ല ഇത്.
അല്ല നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ശരിക്കും അത് റിലേറ്റ് ചെയ്തുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, നിങ്ങളിനി ബാക്കി പറയില്ല. ശരിക്കും നമ്മൾ ഫീൽ ചെയ്ത് പാടുമ്പോഴേ അല്ലെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷൻ ഫീൽ ചെയ്യുമ്പോഴേ നമ്മളെ കേൾക്കുന്നവർക്കും നമ്മളെ കാണുന്നവർക്കും ആ സിറ്റുവേഷൻ കൊണ്ടുവരാൻ പറ്റും. പിന്നെന്താ, പിന്നെ അല്ലേ? പിന്നെ അത് എന്ന് വിചാരിച്ചിട്ട് ആ സംഗതി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നില്ല. അതെ, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നില്ല. പിന്നെ പക്ഷെ ആ വരികളിലൂടെ നമ്മൾ ആ സമയത്ത് നന്നായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ പാടി വെച്ച ഒരു പാട്ട്, ഇപ്പം ശരിക്കും നമ്മൾ ഒരു കുറേ പാട്ടുകൾ പാടി കുറേ ആളുകളിലേക്ക് അത് എത്തി. പക്ഷെ നമ്മൾ വളരെയധികം ചെയ്തൊരു വർക്ക് വേണ്ടത്ര സ്വീകാര്യത കിട്ടാതെ പോയി എന്ന് തോന്നിയിട്ടുള്ള ഒരു വർക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് എഫേർട്ട് എടുത്തിട്ടും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെ വർക്ക് നമ്മൾ ചെയ്യും ആത്മാർത്ഥമായിട്ട്, ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ആലോചിക്കൂല, ശ്രദ്ധിക്കാറില്ല. കമന്റ്സ് ഒരിക്കലും ഇല്ല. അത് ഭയങ്കരമായിട്ട് ഇപ്പോൾ കത്തുപാട്ട് ഭയങ്കരമായിട്ട് വൈറലായി, അല്ലെങ്കിൽ വേറെ എനിക്ക് എല്ലാ പാട്ടുകളും ഒരുപോലെയാണ്. കത്തുപാട്ട് വൈറലായതിൻ്റെ ഒരു ഭയങ്കര സന്തോഷത്തിൽ ഒന്നുമല്ല, പക്ഷെ സന്തോഷമുണ്ട് ആളുകൾ നമ്മളോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ പേരിൽ. അല്ലാണ്ട് നമ്മൾ ചെയ്ത് ഭയങ്കര വലിയ വർക്കാന്നൊരിക്കലും പറയുന്നുമില്ല, അതിലങ്ങനെ ഇരിക്കുന്നുമില്ല. അടുത്ത വർക്കിലേക്ക് നമ്മൾ പോകുന്നേ ഉള്ളൂ. അതങ്ങനെ കഴിഞ്ഞ് എന്നെ അടുത്തത് പിടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ചിലത് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടാം, ചിലത് ശ്രദ്ധിക്കപ്പെടാതിരിക്കാം. പക്ഷെ നമ്മൾ മരിക്കുന്നവരെ നമ്മൾ ശീലം ഇതാണ്, പാട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ആളുകളെ കേൾപ്പിക്കുക, ആളുകൾ സന്തോഷിക്കുമ്പോൾ നമ്മളും അതിൽ സന്തോഷിക്കുക. അത്ര തന്നെ, അതൊരു പ്രോസസ്സാണ്. അതെ, അതിന് എത്ര കാലം ഇരിക്കുന്നു അത്രയും കാലം തുടർന്നു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രോസസ്സാണത്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഒരുപാട് പാട്ടുകൾ വരും, അങ്ങനെ ഒരുപാടുണ്ട്. ശരിക്കും റാസിക്ക് എപ്പോഴെങ്കിലും റാസിക്കേനെ ഒരു കാര്യം എപ്പോഴെങ്കിലും ഗൂഗിൾ ചെയ്ത് സെർച്ച് ചെയ്യാറുണ്ടോ? ഇന്ന പേരിൽ ഇന്നത് കിട്ടിയിട്ട് അങ്ങനെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഇഷ്ടമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ബെസ്റ്റ് സോങ് എന്നോ അല്ലെങ്കിൽ ബെസ്റ്റ് ഗസലെന്നോ അങ്ങനെ എപ്പോഴെങ്കിലും ചെയ്യാറുണ്ടോ? ഇല്ല, കാരണം എനിക്ക് തോന്നിയിട്ടില്ല ബെസ്റ്റ് അല്ല, അങ്ങനെ തോന്നിയല്ല ചെയ്യില്ല, എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, ശരിക്കും ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുക, ഒരുപാട് ആളുകൾ ആ പാട്ട് കേൾക്കാന്ന് വെച്ചാൽ അതൊരു വലിയൊരു സ്വീകാര്യത തന്നെയാണ്. അവര് തരുന്ന കമന്റ്സും തരുന്ന സ്നേഹം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചോളം വലിയ അവാർഡ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇപ്പോൾ നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ ഒരു ആർട്ട് നമ്മൾ ആളുകളിലേക്ക് കൊടുക്കുമ്പോൾ അവർ ഇഷ്ടപ്പെടുന്നുണ്ട്, അവർ നമുക്ക് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുന്നുണ്ട്, കമന്റ് ചെയ്യുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്, ഓക്കെ, അതന്നെ ഇനഫ്. അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഒരാളാണെങ്കിൽ ഒരാൾ അത് പാട്ട് ഇഷ്ടപ്പെട്ട് ആത്മാർത്ഥമായിട്ട് ഓക്കെ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു, ഓക്കെ. ഇനിയിപ്പോൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും ഓക്കെ, അത് ഓരോ സ്വാതന്ത്ര്യമാണ്. അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നമ്മൾ ആർട്ടിനോട്. എല്ലാവരും നല്ലത് പറയണമെന്ന് ഒരു നിർബന്ധമില്ല. ഇനി ശരിക്കും ഇന്നൊരു കൊണ്ടുവരണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഡ്രീം ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഓരോരോ ഡ്രീം ഉണ്ട്. റാസിക്കിന്റെ ഡ്രീം ഒരു പ്ലാനുകളുണ്ട്. കാരണം വെച്ചാൽ കുറച്ച് നമ്മുടെ മലയാളത്തിൽ നമ്മൾ ക്ലാസിക്കൽ പോയറ്റ്സ് എന്നൊക്കെ പറയുന്ന കുമാരനാശാനായാലും മറ്റേ ജ്ഞാനപ്പാൻ എഴുതിയിട്ടുള്ള പൂന്താനത്തിൻ്റെ ആയാലും പിന്നെ അതുപോലെ തന്നെ ചങ്ങമ്പുഴ, അങ്ങനെ ആ ഒരു ശ്രേണിയിൽ വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ വരുന്ന കവികളുടെ ഒരു 10 കവികളെ സെലക്ട് ചെയ്തിട്ട് ഒരു 10 ക്ലാസിക്കൽ മലയാളം പോയറ്റ്സിൻ്റെ ഒരു സംഭവം ചെയ്യണമെന്നുണ്ട്. ഒരു 10 ക്ലാസിക്കൽ മലയാളം പോയംസ്, അതൊരു ഗസലിൻ്റെ ഒരു ശൈലിയിൽ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതൊരു വർഷത്തെ പണിയാണ്. ഒരു വർഷം കൊണ്ട് ഒരു 5-6 മാസത്തിൻ്റെ ഉള്ളിൽ അത് സോർട്ട് ചെയ്യും ഏതൊക്കെ കവിതകൾ എടുക്കണം എന്നുള്ളത്. അതിന് നമുക്ക് സുഹൃത്തുക്കളുണ്ട്, മാതൃഭൂമിയിലും മനോരമയിലും ഇതിലൊക്കെ ഉള്ള വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പം സുഭാഷ് സാറൊക്കെ ഉണ്ട്, നമ്മുടെ ഇതിലുള്ള മാതൃഭൂമി എഡിറ്ററും ഒക്കെ ആയിട്ടുള്ള. അങ്ങനെ നമ്മൾ ചെറുങ്ങനൊന്ന് സംസാരിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സുഹൃത്തുക്കളുടെ ഒരു ഉള്ളതുകൊണ്ടും അതിൻ്റെ ഒരു കോൺഫിഡൻസിലും അങ്ങനെ ഒരു ആൽബം ഒരു കൊല്ലം കൊണ്ട് ചെയ്യാനുള്ളൊരു പ്ലാനാണ് ഇപ്പോൾ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു ഉണ്ട്. പിന്നെ റഫീഖായിട്ടുള്ളൊരു EP ഉണ്ട്, ഒരു 5 പാട്ടുകൾ അടങ്ങുന്നത്, റഫീഖ് അഹമ്മദ്. അങ്ങനെ കുറച്ച് പ്ലാനുകളുണ്ട്. നല്ല ഐഡിയ അത് അല്ലേ? നമുക്ക് എല്ലാവരും പഠിച്ച പാട്ടുകൾ നിങ്ങളുടെ ഒരു ഇതിൽ വരുമ്പോൾ അതിന് എത്രമാത്രം മാറ്റം വരുമെന്നുള്ളത് കാണാൻ. അല്ല, കാരണം അതിലൊരു ഇൻസ്പിറേഷൻ ഉണ്ട്. ഇപ്പോൾ ഉറുദുവിൽ നമ്മൾ ഒരുപാട് ക്ലാസിക്കൽ പോയറ്റ്സിൻ്റെ ആൽബങ്ങളൊക്കെ കാണുന്നുണ്ട്. മിർസ ഗാലിബും മീർ തക്മീറും പിന്നെ സാഹിർ ലുധിയാൻവി, ഇങ്ങനെ അവിടെ ഒരുപാട് ഇത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ചെയ്യണമെന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ കുറേ നാളുകളായി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു സംഗതി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. ഇവിടെ ഞാൻ പലപ്പോഴും ലിറിക്സുകൾ സെലക്ട് ചെയ്യൽ സോഷ്യൽ മീഡിയയിൽ തന്നെയുള്ള
അത്ര റെപ്യൂട്ടഡ് അല്ലാത്ത ആളുകളുടെയാണ് പലപ്പോഴും. കാരണം അത് അവരുടെ ഫീലിങ്സ് ആണ്, അവരുടെ ഫീലിങ്സ് ആണ് ആളുകളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ ഹംസ കത്തുപാട്ട് എഴുതിയിട്ടുള്ള ഹംസ എന്ന് പറയുന്ന ആള് ഭയങ്കര അറിയപ്പെടുന്ന ഒരു കവിയോ ഗാനരചയിതാവോ ഒന്നുമല്ല, ഹംസ മൂവാറ്റുപുഴ എന്ന് പറയുന്ന ആൾ. പക്ഷെ ആളുടെ പാട്ടെഴുത്തിൽ ഒരു സാധാരണ ജനങ്ങളോട് കണക്ട് ചെയ്യുന്ന പല എലമെൻറ്റ്സ് ഉണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സാധാരണ വാക്കുകൾ പക്ഷെ ടോട്ടലി ആ പാട്ട് കൺവേ ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് സംഗതികളൊക്കെ ഭയങ്കര രസകരമാണ്. അങ്ങനെയാണ് ആ പാട്ട് ഞാൻ സെലക്ട് ചെയ്യുന്നതൊക്കെ. പക്ഷെ അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആളുകളിലേക്ക് എത്തുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഞാനത് പറഞ്ഞു, ആദ്യം സോഷ്യൽ മീഡിയയിൽ നിന്നും ഒക്കെ ഉള്ളതാണ്, അങ്ങനെ കുറേ ഞാൻ ചെയ്തിപ്പോൾ ഓൾറെഡി. ഞാനിപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സംഗതികൾ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്താണ് നിങ്ങൾ ചോദിച്ചാൽ അടുത്ത പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ കുറച്ച് പ്ലാനുകളുണ്ട് നെക്സ്റ്റ്. ഈ ഒരു ആളുടെ തന്നെയായിരുന്നോ പണ്ടത്തെ പാട്ടുള്ള? അത് PS റഫീഖ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ആണ്. അത് പിന്നെ നമ്മുടെ ഇതൊക്കെ എഴുതിയിട്ടില്ലേ, മറ്റേ ഈ പാട്ട് പണ്ടേ തൊട്ടേ ആമേൻ്റെ ഒരു പാട്ടുണ്ട്, അത് എഴുതിയ ആളാണ്. അത് മുതൽ പിന്നെ ഇങ്ങോട്ട് പിന്നെ നമ്മുടെ വാലിബനിലൊക്കെ എഴുതിയിട്ടുണ്ട്, ഒരുപാട് സിനിമകളിൽ എഴുതിയിട്ടുണ്ട്. നല്ല എഴുത്താണ് ആളുടെ ആണ്. PS റഫീഖ് എന്ന് പറയും, മറ്റേ റഫീഖ് ആണെന്നല്ല, PS റഫീഖ്. ഓക്കെ. ഇപ്പോൾ ശരിക്കും റാസക്കിന്റെ ഒരു ഫേവറേറ്റ് വൺ ഏതാ? ഇത്രയും പാട്ടില് എല്ലാം ഇഷ്ടമായിരിക്കും, എന്നാലും ഒരു സ്പെഷ്യൽ ഇഷ്ടമുള്ള പാട്ട്? ഓരോ സമയത്ത് ഓരോന്നാണ് ശരിക്കും. ഇപ്പൊ ഏതാ? എൻ്റെ സ്വന്തം പാട്ടുകളിൽ എനിക്ക് അങ്ങനെ ഒന്നായിട്ട് പറയാൻ കഴിയില്ല, എല്ലാം ഇഷ്ടമാണ്. പക്ഷെ ഈ വരികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതും ഇപ്പോ കബറിസ്ഥാനില് വീഴുന്ന പൂക്കള് എടുക്കാതെ പോകല്ലേ കാറ്റ്, പ്രാണന്റെ പാതിയിൽ പറയാൻ കൊതിച്ചിട്ട വാക്കുകളാണതിലേറെ, കബറിസ്ഥാനില് വീഴുന്ന പൂക്കളെ എടുക്കാതെ പോകല്ലേ കാറ്റ്. അങ്ങനെ ഒരു പാട്ടുണ്ട്. ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് തന്നെ, സലാം ജില്ല എഴുതിയ ആൾ തന്നെ എഴുതിയ. ഖബറിസ്ഥാനിൽ വീഴുന്ന പൂക്കളെ എടുക്കാതെ പോകല്ലേ കാറ്റ്, പ്രാണന്റെ പാതിയിൽ പറയാൻ കൊതിച്ചിട്ട വാക്കുകളാണ് അതിലേറെ. കാരണം സ്നേഹിച്ചിട്ട് മരണത്തിനപ്പുറവും സ്നേഹിച്ചിട്ട് കൊതി തീരാത്ത ഒരാളെ കുറിച്ചിട്ടുള്ളൊരു സംഭവം പറഞ്ഞിരുന്നു. അതാണ് അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞത്. നല്ല, അത് ശരിക്കും നമുക്കത് ഭയങ്കര റിലേറ്റ് ആവുന്നല്ലേ? അതെ, ഓ ഭയങ്കര സോങ്. ഇപ്പം ശരിക്കും കുറേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ ഇപ്പോഴും ഫസ്റ്റിൽ കേട്ടു തുടങ്ങിയൊരു പാട്ട് ഓമലയാളയാണ്. ഞാനിപ്പോൾ ഇവിടെ ക്യാമറ ടീമിനോടൊക്കെ ജസ്റ്റ് ചോദിച്ചു, എടാ പുള്ളിയുടെ ഒരു പാട്ട് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഓമലയാളെ. എനിക്ക് തോന്നുന്നു എത്രയും ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് തന്നെയായിരിക്കും ഈ ഓമലയാളെ. ഇതൊരു ഫ്രണ്ട്സ് കൂട്ടായ്മയെന്ന് കുറേ മുമ്പ് വന്നൊരു പാട്ട്. നമ്മുടെ ഒരു യൂനിസലീം എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ സുഹൃത്തുണ്ട്, നമ്മളൊന്നിച്ച് ഹൈസ്കൂൾ സമയത്തൊക്കെ ഒന്നിച്ചുണ്ടായിരുന്ന സുഹൃത്താണ്. ഞങ്ങൾ ബഹ്റൈനിലാണ്. നല്ല എഴുത്തായിരുന്നു, നല്ല നല്ല പോയറ്റിക് സെൻസ് ഉള്ള ഭയങ്കര ഭംഗിയുള്ള എഴുത്തുള്ള ആളാണ്. ഓമനയാളയ്ക്ക് ശേഷം പക്ഷേ ആളുടെ ഒരു പാട്ട് എനിക്ക് കിട്ടിയില്ല, കിട്ടുമായിരിക്കും എപ്പോഴെങ്കിലും. ചോദിച്ചിരുന്നു ആളുടേതായിട്ടുള്ള സൗകര്യത്തിലും സംഗതിയിലൊക്കെ ഉള്ള, പക്ഷെ ആൾ എഴുത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ കിട്ടിയാൽ ഇറക്കും. പക്ഷെ എനിക്ക് ഭയങ്കര എൻ്റെ ലൈഫിൽ ഭയങ്കര ഇഷ്ടമുള്ള ലിറിക്സ് ആണ് ഓമലയാള എന്ന് പറയുന്നത്. കാരണം അത് ഭയങ്കര ഒരു ദിവസം നല്ല റൈമിംഗ് ആണ്, അതിൻ്റെ പിന്നെ ഇമാജിനേഷനും ഒക്കെ ഭയങ്കര രസമാണ്. കാരണം ജീവിതത്തിന് സാഗരത്തിൽ വിരഹവേദനയും തുഴഞ്ഞ് കണ്ടതില്ല നിന്നെ മാത്രം കടലു നീ എന്ന്. അത് ശരിക്കും ഈ കടൽ എന്നൊക്കെ പറയുന്നത് നമുക്കിപ്പോൾ പാരൻസിൻ്റെ കാരുണ്യവും സ്നേഹവും സംഗതികളൊക്കെ വേണമെങ്കിൽ അതിലാക്കാം. അതല്ലെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളുടെ സ്നേഹത്തിനെ നമുക്ക് വേണമെങ്കിൽ അതിനോട് നോക്കിയൊക്കെ. കടൽ അങ്ങനെയാണല്ലോ, അത്രയും പരന്ന ഒരു സംഗതി, എന്തിനേയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംഗതിയാണല്ലോ. ചില ദിവസം പുറന്തള്ളും, അതൊരു കാര്യം. കടൽ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, പ്രത്യക്ഷത്തിലെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു സംഗതിയാണ് അതിന്. അപ്പോൾ അതുപോലെ തന്നെ പ്രണയമഴയുടെ നൂലിനറ്റം പട്ടമായി ഞാൻ പാറി പാറി കണ്ടതില്ല നിന്നെ ഇല്ലാതൊന്നും ഈ പ്രപഞ്ചത്തിൽ, അങ്ങനൊരു സംഗതി അതൊക്കെ ഉണ്ട്. ജീവിതത്തിൻ സാഗരത്തിൽ വിരഹവേദനയും തുഴഞ്ഞു, ജീവിതത്തിൻ സാഗരത്തിൽ വിരഹവേദനയും തുഴഞ്ഞു, കണ്ടതില്ല നിന്നെ
മാത്രം കണ്ടതില്ല നിന്നെ മാത്രം കടലു നീ എന്നറിയുവോളം കടലു നീ എന്നറിയുവോളം ഓമലാളെ നിന്നെ ഓർത്തു കാത്തിരിപ്പിൻ സൂചിമുനയിൽ മമക്കിനാക്കൾ കോർത്ത് കോർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്തു ഞാൻ നിനക്കൊരു മാല തീർത്തു. ശബ്ദം ശരിക്കും വരുന്നില്ല, ഞാൻ പറഞ്ഞില്ല ഇതിന്റെ കോൾഡും സംഗതികളൊക്കെ ആയിട്ട് അത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല പനി കേൾക്കുമ്പോ. സംഭവങ്ങളൊക്കെ ഉണ്ട്. സാരില്ല, പ്രശ്നമൊന്നുമില്ല. ഇതിങ്ങനെയാണ് ചില ആള് നമ്മള് പനിയോടുകൂടി പാടും, ചിലപ്പോൾ പനി ഇല്ലാണ്ട് പാടും, അങ്ങനെയൊക്കെ തന്നെയാണ്. ശരിക്കും നമ്മൾ ഈ പാടുമ്പോഴേ എനിക്ക് തോന്നുന്നു കുറച്ച് ശരിക്കും ചോദിക്കരുത്, നിങ്ങൾ ആ പാട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാനാണ് ഇഷ്ടം. അതിന് പരിപാടിക്ക് പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് പരിപാടിയാണ്. പരിപാടിക്കാരായിട്ട് ഇവിടെ നിൽക്കാനെ ചോദിക്കല്ല. ഇപ്പൊ കുറെ പാട്ടുകള് പലരും എഴുതിയതായിട്ട് പറഞ്ഞു. ഉമ്മ നന്നായിട്ട് എഴുതുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മ എഴുതുമെന്ന് വെച്ചാല് ഉമ്മാന്റെ ചുറ്റുപാടുള്ള സംഗതികള് പിന്നെ ആസ്പദമാക്കിയിട്ട് എഴുതുകയും സ്വന്തം ട്യൂൺ ചെയ്യും, പാടുന്നൊക്കെ പരിപാടി. മൂപ്പത്തിന്റെ ഒരു ഇഷ്ടത്തിന് അങ്ങനെ ചെയ്യുന്ന, എവിടെയും റിലീസ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. അതിനൊന്നും ഒരുവിധം എല്ലാ ഉമ്മമാരൊക്കെ ചെയ്യുന്ന സംഗതികളാണ്. പേരക്കുട്ടികളുടെ അവരുടേതായിട്ടുള്ള പാട്ടുകളുണ്ട്, അവരുണ്ടാക്കിയിട്ട് അവരുടെ പേരൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ വീട്ടിലൊരു കല്യാണം ഉണ്ടായി കഴിഞ്ഞാൽ പുതിയ പള്ളിയും പുതിയ ഉണ്ണൊക്കെ വെച്ചിട്ട് നമ്മളുടെ ഉമ്മമാർക്ക് ഉണ്ടാക്കി പാടുന്ന പാട്ടുകളൊക്കെ ഇല്ല. അത്തരത്തിൽ എൻ്റെ ഉമ്മയും ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മളെ ഇൻസ്പിറേഷനാണ് ചെറുപ്പത്തിലുള്ള. പിന്നെ കണ്ണൂര് മാപ്പിളപ്പാട്ടിൻ്റെ അതുപോലെ തന്നെ പഴയ പാട്ടുകളുടെ, ഹിന്ദി പാട്ടുകളുടെ, കുറച്ചൊക്കെ ഗസലുകളുടെയും ഭയങ്കരം പിന്നെ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ട്, പാരമ്പര്യമുണ്ട്. അങ്ങനത്തെ ക്ലബ്ബുകളൊക്കെ ഉണ്ട്. അബൂബക്കർ മെമ്മോറിയൽ മ്യൂസിക് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞില്ല, നമ്മളൊക്കെ സ്വാധീനിച്ച ആ ക്ലബ്ബുകളൊക്കെ, അവിടെ വരുന്ന ആളുകളൊക്കെ പാടുന്ന പാട്ടുകളൊക്കെ ഇങ്ങനത്തൊക്കെ. അപ്പോൾ അത് നമ്മളെ മ്യൂസിക് ലൈഫിനെ ഭയങ്കരമായിട്ട് അത് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അങ്ങനൊരു സംഗതി ഉണ്ട്. നമ്മൾ പിന്നെ പാട്ടുണ്ടാക്കുന്നതിലേക്കും പാട്ട് കേൾക്കുന്നതിലേക്കും എല്ലാം. പിന്നെ നിങ്ങളറിഞ്ഞ ഉമ്മയൊക്കെ ഏറ്റവും ആദ്യം. പിന്നെ അതൊക്കെ പോരാണ്ട് ഉപ്പ ഭയങ്കര പ്രോത്സാഹനം. ചിത്രം വരക്കുന്നുണ്ടെങ്കിലും പാട്ട് പാടുന്നുണ്ടെങ്കിലും എല്ലാത്തിനും അതിൻ്റെ സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നതിൽ നമ്മളെ രക്ഷിതാക്കൾ ഭയങ്കര സംഭവമായിരുന്നു. ഞാനെപ്പോഴും പറയുന്നത് വെച്ചാൽ ഞാൻ അനുഗ്രഹീതനാവുന്നത് നമുക്ക് ഏറ്റവും നല്ല രക്ഷിതാക്കളെ കിട്ടി എന്നുള്ളതുകൊണ്ടാണ്. കാരണം ഏതോ തരത്തിൽ അവർ നമുക്ക് പകർന്നു തന്ന നന്മകളും സംഗതികളും ഒക്കെയാണ് നമ്മളുടെ ജീവിതത്തിൽ ഇവിടുന്ന് അങ്ങത്തോളം പലപ്പോഴും റിഫ്ലക്റ്റ് ചെയ്യുന്ന സംഗതികളാണ്. സത്യം. ശരിക്കും ഇപ്പൊ കണ്ണൂരിനെ പറ്റി പറയണ്ടായി. ആ കണ്ണൂരിൽ ജനിച്ചത് അല്ലെങ്കിൽ കണ്ണൂരുകാരനായത് ശരിക്കും ഒരു അനുഗ്രഹം തന്നെയാണ് അല്ലെ? ഇപ്പൊ നോക്കുമ്പോൾ കണ്ണൂരുകാരനല്ല, ഭൂമിയിൽ എവിടെ ജീവിച്ചാലും അത് അനുഗ്രഹമാണ്. ഞാൻ പറയുന്നത് കണ്ണൂർ എന്നുള്ളൊരു സംഗതി ഞാൻ പറയുന്നത് എൻ്റെ രക്ഷിതാക്കൾ എനിക്ക് അന്നേരം തന്ന സംഗതികളെ ഞാൻ പറഞ്ഞു. എല്ലാ നാടും നല്ലതാണ്, എല്ലാ നാടും ഓരോ ആളുകൾക്കും ഫീഡ് ചെയ്യുന്ന സംഗതികളും അത് നല്ല സംഗതികളായാൽ അത്രയും നല്ലത്. നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് വലിയ സ്ട്രഗിൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതിന് മരിക്കുന്നതിന് മുമ്പേ സന്തോഷമായിട്ട് ജീവിച്ച് മരിക്കണ്ടേ. അപ്പം അതിന് എല്ലാ നാടുകളും എല്ലാം ഓക്കെയാണ്. പക്ഷെ നമ്മളേറ്റവും അടുത്ത് നിൽക്കുന്ന രക്ഷിതാക്കൾ പോലുള്ള ആളുകൾ നമ്മളെ ഫീഡ് ചെയ്യുന്ന നല്ല സംഗതികളാണെങ്കിൽ വലുതായാലും ഒക്കെ അതിൻ്റെ ഒരു സന്തോഷവും അതിൻ്റെ ഒരു സമാധാനവും സുഖമൊക്കെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ബാക്കിയുള്ളതൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. കണ്ണൂരിന് പ്രത്യേകത ഒന്നുമില്ല, കോഴിക്കോടിന് പ്രത്യേകത ഒന്നുമില്ല, തിരുവനന്തപുരത്തിന് പ്രത്യേകത ഒന്നുമില്ല. എല്ലാ നാടും അതിൻ്റെതായിട്ടുള്ള സവിശേഷതകളുണ്ട്, സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു സംഗതിയാണ്. നമ്മൾ അവിടുന്ന് എന്ത് ഇൻസ്പയർ ചെയ്യുന്നില്ല. ഇപ്പൊ കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ എനിക്ക് കോഴിക്കോട് ഒരുപാട് പല സംഗതികളും എന്നെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. സുഹൃത്തുക്കളും ഇവിടെ നിന്നുള്ള മ്യൂസിക്കും സംഗതികളും. കണ്ണൂരായിരുന്നപ്പോൾ അവിടെ നിന്ന് ഇൻസ്പയർ ചെയ്തത്. ഇപ്പോൾ കൊച്ചി പോയാൽ ചിലപ്പോൾ അവിടെ നിന്ന് ഒരുപാട് പല സംഗതികളും നമ്മളെ സ്വാധീനിക്കും. ഇത്രയുള്ള ഓരോ നാട്ടിലും നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ളൊരു സംഗതിയാണ്. എല്ലായിടത്തും അതിൻ്റെതായിട്ടുള്ള പല സംഗതികളുണ്ടാവും. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ കോലായി ഈ കോഴിക്കോട് തന്നെ ഇടണം എന്ന് തോന്നി? ഇപ്പൊ ഇവിടെയാണ് നിൽക്കുന്നത്. ഇപ്പൊ നാളെ എവിടെയാണെങ്കിൽ അവിടെ ആയിരിക്കും കൊലായി ഉണ്ടാവും, അത്രയും ഉണ്ടാവും. പക്ഷേ ഈ ഒരു സംഗതി ഇവിടെ ഇപ്പൊ ഒരു 6-7 കൊല്ലായി. പക്ഷെ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 3-4 കൊല്ലമായിട്ടേ ഉള്ളൂ. പക്ഷെ കൊലായി എന്ന് പറയുന്ന ഒരു സംരംഭം കുറേ വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ ഉള്ളിലുണ്ട്. കാരണം മെഹഫിൽ കൾച്ചറിനോട് ഭയങ്കര അതിയായിട്ടുള്ള സ്നേഹം ആണ് എനിക്ക്.
അതിൽ നിന്നാണ് ഈ കൊല എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത്. ഇപ്പോൾ 3-4 കൊല്ലം മുമ്പേ ഞാനും എൻ്റെ 2-3 സുഹൃത്തുക്കളൊക്കെ കൂടി ചേർന്ന് ഉണ്ടാക്കിയൊരു സംഭവമാണ്. ഞാനും ജാവേദും സിക്കാനിയും സൽജാസും ഫസലും അങ്ങനെ ഇവരൊക്കെ കൂടി ഉണ്ടാക്കിയൊരു സംരംഭമാണ്. പക്ഷേ ഇങ്ങനെ ഇത് തുടക്കത്തിൽ ഉണ്ടാക്കുന്നതിൽ ഇവരൊക്കെ ഹെൽപ്പ് ഭയങ്കരമായിരുന്നു. ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഞാൻ കൊണ്ടുവന്നെങ്കിലും അങ്ങനെ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇനാഗ്രേഷനാണ് ഒരു 1-2 മാസം കൊണ്ട് നടക്കാൻ പോകുന്നത്. ഇതൊന്നും കൂടി വിപുലമാക്കി റിനോവേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കാം. പുറത്തുള്ള ആളുകൾക്ക് കൂടി പിന്നെ പാട്ട് കേൾക്കാൻ കഴിയുന്നതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വർഷത്തിൽ നല്ല നല്ല മഹഫിലുകൾ ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. വളർന്നു വരുന്ന കലാകാരന്മാരെ കലാകാരികളെ ഇവരൊക്കെ ഇതിൽ പിന്നെ പങ്കെടുപ്പിക്കുക, പാടുക എന്നൊക്കെയുള്ള. പിന്നെ കുറച്ച് നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളൊക്കെ കൊണ്ടുവന്നിട്ട് കേൾപ്പിക്കുക, ഗസൽ പോലത്തെ അങ്ങനത്തെ സംഗതികളൊക്കെ. അങ്ങനെ വിപുലമായിട്ടുള്ള പരിപാടികളാണ് കൊലയ്ക്കാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അത് ഇവിടെ ഒക്കെ ആണെങ്കിൽ ഇനി കൊച്ചിയിലും അതിന്റെ സംഗതികൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആദ്യം കോഴിക്കോടും തുടങ്ങി റെഡി ആക്കിയത് സക്സസ് ആയെന്നല്ലേ. അവർ തുടങ്ങി ഒന്നതിന്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോവാണെങ്കിൽ പോവും. അപ്പോൾ പിന്നെ കൊച്ചിയിലും എല്ലാം സ്റ്റാർട്ട് ചെയ്യാം അടുത്ത കൊല്ലം. അങ്ങനെ തന്നെ പോട്ടെ. എനിക്ക് തോന്നുന്നു ഗാലറി വിഷനിൽ നമ്മളിപ്പോൾ ഇവിടെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗാലറി വിഷന്റെ വലിയൊരു പ്രൊജക്ടിന്റെ ഭാഗമാവാൻ പോവുകയാണ് കണ്ടുണ്ട്. ഷറഫൂക്ക് നമുക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ്. ഞാൻ ആളെ റെസ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പണ്ട് കാസറ്റ് ആളുകൾ വ്യക്തികളിൽ നിന്ന് വ്യക്തികളിലേക്ക് കാസറ്റുകൾ വിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും അത് കഴിഞ്ഞിപ്പുറത്തേക്ക് സ്പോട്ടിഫൈ പോലുള്ള ഓഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലും അതിൻ്റെ ഒരു വിപണന സാധ്യതയും അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യത്തിലും ഷറഫൂക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിബന്ധമുണ്ട് ആളോട്. അപ്പോൾ അത്തരത്തിൽ തന്നെ ആളുടെ തന്നെ ഒരു ഇനിഷ്യേറ്റീവാണ് ഇപ്പോൾ ഈ പഴയ പാട്ടുകളുടെ ഒരു റീഇമാജിൻഡ് വേർഷൻ. പഴയ ക്ലാസിക്കൽ മാപ്പിളപ്പാട്ടുകളുടെ പീർ പാടിയതും കുറേ ആളുകൾ പാടിയൊക്കെ ഉണ്ട്. ഈ ഗാലറി വിഷൻ്റെ ഈ EP-ലും വേറൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് വെച്ചാൽ നമ്മുടെ ഈ പഴയ പാട്ടുകളുടെ പുതിയ രൂപത്തിൽ അവതരിപ്പിക്കുന്നതിൽ ജുബൈറിന് ഭയങ്കര ഒരു റോളുണ്ട്. ജുബൈർ മോഹൻ. കാരണം ആളുടെ അറേഞ്ച്മെൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മൊയ്തൂക്ക് ആ പാട്ട് അയച്ചുതരും, അറേഞ്ച്മെൻറ്റ് കേട്ടുതരും. പിന്നെ ആ പഴയ ട്യൂൺ ജുബൈറാണ് പാടിയിട്ട് ട്രാക്ക് പാടിയിട്ട് എനിക്ക് അയച്ചത്. പക്ഷേ ജുബൈർ പാടിയതിൻ്റെ ഒരു 7 കൊല്ലത്ത് എനിക്ക് പാടി എത്താൻ പറ്റില്ല. കാരണം അത്രയും ഭംഗിയായിട്ട് പാടിയാണ്. പക്ഷെ എന്നാലും അത് ഒക്കെ പിന്നെ ഒരു അതൊക്കെ എന്താ പറയുക സ്വീകരിച്ച് നല്ല എന്താ പറയുക വളരെ നമുക്ക് കംഫേർട്ട് ആകുന്ന രീതിയിൽ അത് പാടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജുബൈർ ഭയങ്കര നമ്മൾ ശരിക്കും ഒരുവിധം എല്ലാവരും ശ്രദ്ധിച്ച ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്, ഒരു മ്യൂസീഷ്യൻ തന്നെയാണ്. നല്ല കാലിബറുള്ള മ്യൂസീഷ്യൻ. ഭയങ്കര അറേഞ്ച്മെൻറ്റും നന്നായിട്ട് പാടി നന്നായിട്ട് ട്യൂൺ ചെയ്യൊക്കെ ചെയ്യുന്നത്. അതൊരു ഭാഗ്യമായിട്ടാണ് അവൻ്റെ ഒരു വർക്കിൽ എനിക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റിയല്ലോ. അതെ, ആള് ഭയങ്കര കൂളാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാം. അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് ജുബൈർ മുഹമ്മദ്. ശരിക്കും നല്ലൊരു കലാകാരനും കൂടിയാണ് പുള്ളി. അപ്പോൾ അതിൽ വലിയ വലിയ ആർട്ടിസ്റ്റുകളായിട്ട് ഒന്നിച്ച് അവരുടെ EP-യിൽ എനിക്കും പാടാനുള്ളൊരു അവസരം ഉണ്ടായിട്ടുണ്ട്. അതിന് ഗാലറി വിഷനോട് താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെ നമ്മളെ സെലക്ട് ചെയ്തതിലൊക്കെ ഷറഫൂഖാനോടൊക്കെ. അത് എന്തായാലും അധികം അത് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സസ്പെൻസ് ഒന്നും പോയിട്ടില്ല. അതെ, അത് വന്നോട്ട് ആളുകൾ കേട്ടോട്ടുണ്ട്. ഓക്കെ. ഇപ്പം അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ച പാട്ടാണ് ഇത്, ഇലയില്ലെങ്കിൽ അല്ലേ? അത് ശരിക്കും നല്ല ഒരു പാട്ടായിരുന്നു. ഇലയില്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടു കൂടിയും പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കടപ്പെട്ടവരാണെന്നും എന്നൊക്കെയുള്ളൊരു സംഗതി പറയുന്നൊരു സംഗതി. ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാകും, ഞാൻ എങ്ങനെ തുണയാകും, നീ എങ്ങനെ മരമാകും എന്നൊക്കെ പറയുന്നത്. എല്ലാവരും നിങ്ങളുടെ ഗിവ് ആൻഡ് ടേക്കാണ് ജീവിതം എന്ന് പറയുന്നൊരു സംഗതി. അതിൽ ഈഗോ, അസൂയ, ശത്രുത ഈ സാധനങ്ങളൊക്കെ മനുഷ്യരെന്നൊരു സംബന്ധിച്ചോളം അതൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളത് മനസ്സിലാക്കുന്ന തിരിച്ചറിയുന്ന സമയത്ത് ഒന്ന് നമ്മളെ തന്നെ ഒന്ന് ബാക്കോട്ട് തിരിഞ്ഞ് നോക്കിയാൽ ശരിയായില്ലല്ലോ നമുക്ക് അങ്ങനെ നമുക്ക് തിരുത്താൻ പറ്റുകയാണെങ്കിൽ നല്ല. അപ്പോൾ ഞാനിത് സ്കൂളിലും കോളേജുകളിലൊക്കെ പോകുമ്പോൾ പാടുന്നൊരു പാട്ടും കൂടിയാണ് കൂടുതൽ. അപ്പോൾ കുട്ടികളോട് പറയാൻ ശ്രമിക്കലുണ്ട് പലപ്പോഴും. ഇതാണ് നമ്മളൊന്നിച്ച് പഠിക്കുന്ന കുട്ടികളെ പരസ്പരം സഹായിക്കുക, സ്നേഹിക്കുക, റെസ്പെക്റ്റ് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് ഈ പാട്ടിൻ്റെ ഒരു ഉൾക്കാമ്പ് എന്ന് പറയുന്നൊരു സാധനം. നല്ലൊരു പാടിയെ തരുന്നു. ഇലയില്ലെങ്കിൽ നീ എങ്ങനെ തണലാക്കും, നീ എങ്ങനെ തുണയാക്കും, നീ എങ്ങനെ മരമാക്കും, നീയില്ലെങ്കിൽ ഞാനെങ്ങനെ മഴയാക്കും, ഞാനെങ്ങനെ നിഴലാക്കും, ഞാനെങ്ങനെ ഞാനാക്കും. മഴയേ നിലാമഴയേ
മരമേ വേനൽ മരമേ മഴയേ നിലാമഴയേ മരമേ വേനൽ മരമേ. അടിപൊളി. ഇങ്ങനെ കുറെ നേരം ഇരിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. എനിക്ക് നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും ഇത് പ്രാക്ടീസ് ആയി പോവാണോ? ഇല്ല, ഇത് നമ്മൾ 2 മണിക്കൂറൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ ഇരിക്കാം. പക്ഷെ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വോക്കൽ കറക്റ്റ് സാധനം കിട്ടുന്നില്ല. മറ്റേ നമ്മൾ എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അതും ഞാൻ സൈഡിലാണ് ഹാർമോണിയം വെക്കുക. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് കൂടുതൽ. മറ്റത് കുറേ കാലം ചെയർ സിറ്റിംഗ് ഒക്കെ നോക്കിയിരുന്നു ഇങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെ. പക്ഷെ അതൊന്നും ഒരു നമുക്ക് വോക്കലിനെ കൃത്യമായിട്ട് പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളുടെ ഒരു ഫിസിക്കൽ ഒരു അനാട്ടമി സംഗതികളൊക്കെ നോക്കുമ്പം നമ്മളുടെ വോക്കലിനെ കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റർ, ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിൻ്റെ ഈ കവാലി സിംഗേഴ്സിനൊക്കെ കാണാം. അവരിങ്ങനെ ശരിക്കും നുസ്രത്ത് ഫത്തേ അലി ഖാൻ സാഹിബിൻ്റെ ഒക്കെ ലൈവിൽ കാണാം. അവരിങ്ങനെയാണ് ഇരിക്കുക ശരിക്കും സ്റ്റഡിയിൽ. ശരിക്കും വോക്കല് പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഇരുത്തം ഇത് തന്നെയാണ്. അറിയില്ല ശരിയാണോ തെറ്റാണെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത്. കാല് തരിക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല? ഇല്ല, ഒന്നുമില്ല. അത് കുറച്ച് വർക്കൗട്ട് ഒക്കെ ചെയ്യുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ മുമ്പ് അതുപോലെ തന്നെ കേട്ടിട്ടുണ്ട് പ്രൊഫഷണൽ ആയിട്ട് സംഗീതം പഠിച്ചിട്ടില്ല. ഇല്ല, അങ്ങനെ പഠിച്ച ഒരു ഗുരുമുഖത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ അതിൻ്റെ ഒരു ചിട്ടയോടുകൂടി പഠിച്ചിട്ടില്ല. പക്ഷെ പഠനങ്ങൾ നടക്കുന്നുണ്ട്. കേൾക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഏറ്റവും വലിയ പഠനം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അത് നമ്മളൊരു സുഹൃത്തുണ്ട് വീത്രാഗും പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ആൾ പാടുന്ന കേട്ട് നമ്മൾ വിളി മാറിപ്പോകും. അമ്മാതിരി പാട്ടാണ്. ആള് പറയല് ചോദിച്ചു കഴിഞ്ഞാൽ മൂപ്പര് കാസറ്റ് ഘരാനാന്ന് പറയാം. ഘരാന എന്ന് പറഞ്ഞത് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലെ ഓരോ ഘരാനകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാഠ്യപദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് അവർ പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നൊരു സാധനമാണ്. അപ്പോൾ മൂപ്പരൊരു കാസറ്റ് ഘരാന, കാസറ്റ് കേട്ടിട്ടുള്ള പരിചയമാണെന്നില്ല. അപ്പോൾ അതേ എനിക്കും പറയാനുള്ളത് നമ്മളും ഒക്കെ കാസറ്റ് ഘരാനയാണ്, കേൾവിയിൽ നിന്നുള്ള പഠനമാണ് പലപ്പോഴും. പിന്നെ മേഖലകളിൽ നിന്ന് അറിയുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുന്ന സംഗതികളൊക്കെ അങ്ങനെ. ശരിക്കും പഠിച്ച് ചെയ്യണം, അങ്ങനെ മോശമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ടാണ് പാടുന്നത്. എന്നാലും പഠിക്കണം എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ പഠിക്കട്ടെ, അതിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ട, നല്ല എന്നൊക്കെ തന്നെ ഞാൻ പറയാം. പക്ഷേ പഠനം ഈ അറിവുണ്ടാകുന്നിടത്തോളം നമുക്കൊരു ഭാരമാണ് ശരിക്കും പറഞ്ഞാൽ. പലപ്പോഴും ഞാൻ വിചാരിക്കില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പം ചെയ്യുന്ന വളരെ ലാഘവത്തോടുകൂടി ചെയ്യുന്ന സംഗതികൾ ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് സ്റ്റക്കാവും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ. പല സംഗതികളും പഠിച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമല്ല, അങ്ങനെ ഒരു സംഗതി അതിൽ കിടക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ അനായാസമായിട്ട് നമുക്ക് പല സംഗതികളും പാടാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും. പക്ഷെ അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതിനെ. കാരണം ഞാൻ എൻ്റെ ഓർഗാനിക്കായിട്ട് ഞാൻ സ്വാഭാവികമായിട്ട് പാടുന്ന, അറിഞ്ഞുകൊണ്ട് പാടുന്ന, ഫീലോടുകൂടി പാടുന്ന പാട്ട് ആളുകളിലേക്ക് എത്തണം എന്ന് നിർബന്ധം പിടിക്കുന്ന ആളാണ്. മറ്റേത് ചിലപ്പം നമ്മുടെ ഫീലിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ടെക്നിക്കൽ സാധനത്തിലേക്ക്, ടെക്നിക്കൽ സംഗതിയിലേക്കാണ് പോകാൻ നമ്മളുടെ ആലാപനം. അപ്പോൾ അതൊരു പക്ഷേ ആളുകൾക്ക് പാട്ട് അനുഭവം ആവുന്നതിന് പകരം പാട്ട് അത്ഭുതം ആവുന്നതിലേക്കാണ് പോവുക. ഈ അത്ഭുതം എന്ന് പറയുന്നത് നമ്മളൊന്ന് തൊട്ടാവുന്ന ഞെട്ടുന്ന സമയം മാത്രമേ ഉള്ളൂ. ആ സമയം അവിടെ തീർന്നു. അനുഭവിക്കലെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ദിവസങ്ങളോളം അനുഭവിക്കാതെ. അപ്പോൾ പാട്ട് അനുഭവിപ്പിക്കാൻ എനിക്കിഷ്ടം ആളുകളാണ്, അത്ഭുതപ്പെടുത്താൻ, ഞെട്ടിക്കാനല്ല പലപ്പോഴും. നല്ല ഉത്തരം. അപ്പം അതുകൊണ്ട് ഇങ്ങനെ അതെൻ്റെ ഇതൊക്കെ പേഴ്സണൽ സംഗതികളാണ് കേട്ടോ. ഇതൊക്കെ വേറെ ആളുമായിട്ട് ബന്ധപ്പെട്ട് ഇതാണ് ശരിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ. ഇപ്പോൾ ഒരുപാട് പേര് പാട്ടുകളായിട്ട് വരുന്നുണ്ടാവും, ചെയ്യണമെന്ന് പറയുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് പേര് വരുന്നില്ലേ റാസിക്കിന്റെ അടുത്ത്? അതിൽ ശരിക്കും ഒരാൾ ഒരു പാട്ടുമായിട്ട് വരുമ്പോൾ റാസിക്കിന് കൂടുതലായിട്ട് ഈ പാട്ട് ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ ഈ പാട്ട് എനിക്ക് എടുക്കാം എന്ന് തോന്നുന്ന ഒരു എലമെന്റ് എന്താ അവരുടെ പാട്ടിൽ? ലിറിക്സ് ആണ് ഉദ്ദേശിക്കുന്നില്ല, ആരെങ്കിലും കമ്പോസ് ചെയ്ത് വന്നിട്ട് ഞാൻ പാടണം എന്ന് പറയുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല വേറെ നമുക്ക് ലിറിക്സ് പറയാം. ലിറിക്സ് ആദ്യ വായനയിൽ തന്നെ നമുക്ക് ഇഷ്ടാവണം, അതിൻ്റെ വാക്കുകളും പിന്നെ അത് പറയുന്ന കാര്യങ്ങളൊക്കെ. അന്നേരം ഓക്കെ, അല്ലാത്തത് ഇല്ല, പിന്നീട് നമുക്ക് ഇപ്പം എന്തായാലും പറ്റൂല അറിയാം. അങ്ങനെ പറഞ്ഞു വിടുന്നവര് മനസ്സിലാക്കുക. അത് അവർക്കറിയാലോ, പറ്റായിട്ടാണല്ലോ. ഇപ്പം നമ്മളിപ്പോൾ ഒരു പാട്ടിപ്പോൾ ഒരാൾക്ക് പാടിക്കൊടുത്താൽ അയാൾക്ക് ഇഷ്ടമില്ല എന്ന് വെച്ചിട്ട് നമ്മളിത് അതിൽ നിരാശപ്പെടേണ്ടില്ല, അയാൾക്ക് വർക്കാവുന്നില്ല, അത്രേ ഉള്ളൂ. അതിൽ ശരിക്കും എപ്പോഴെങ്കിലൊക്കെ മുമ്പ് റിജക്ഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ഇപ്പോഴുള്ള പോലെയല്ല, അത് ഉണ്ട്, അന്നും ഇന്നൊക്കെ ഉണ്ട്. പിന്നെ
അത് ഇൻ കേസ് ഇപ്പൊ പറഞ്ഞവർക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കും കിട്ടിയിട്ടൊക്കെ ഉണ്ട്. നമ്മളിപ്പോ ഇങ്ങനെ സക്സസ് ആവുന്നുണ്ടല്ലോ. ലൈഫ് ആകുമ്പോൾ ഉണ്ടാവില്ല അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. റിജക്ഷനും ഉണ്ടാവും, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ നമ്മൾ പണിയെടുക്കാൻ മുമ്പോട്ട് പോവാം, അത്ര തന്നെ. നമുക്കായിട്ട് എവിടെയെങ്കിലും ഒരുങ്ങി വെച്ചത് നമുക്ക് തന്നെ കിട്ടും. അതിന്റെ പ്രതീക്ഷ ഒന്നുമില്ല. നമ്മൾ പണിയെടുക്കാതുള്ളതാണ്. ഇപ്പൊ അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് മുമ്പോട്ട് പോയിട്ട് കിട്ടിയില്ല എന്ന് നിരാശ. അങ്ങനെയൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഇനി ഒരു പാട്ടുകൂടി പാടിയിട്ട് സ്റ്റോപ്പ് ചെയ്യാം അല്ലേ? പണ്ടത്തെ പാട്ടുള്ള പെട്ടി കിട്ടി, പാടാൻ മറന്നൊരു പാട്ടും കിട്ടി. അന്നു നമ്മൾ കണ്ടൊരന്തിപ്പൂച്ചോപ്പിന്റെ താഴെ കിടന്നൊരു മുത്തം കിട്ടി, താഴെ കിടന്നൊരു മുത്തം കിട്ടി. പണ്ടത്തെ പാട്ടുള്ള പെട്ടി കിട്ടി, പാടാൻ മറന്നൊരു പാട്ടും കിട്ടി. എനിക്ക് തോന്നുന്നു എന്റെ കുഞ്ഞ് ഏറ്റവും കൂടുതൽ പാടുന്ന ഒരു പാട്ടായത്. ഞാൻ ഒരുപാട് കേൾക്കും, വെക്കാറുണ്ട്. അപ്പൊ കുഞ്ഞിത് പാടും. അപ്പൊ ഞാൻ വിചാരിക്കും പുറത്തുള്ളവർ ഇത് കേട്ടില്ല എന്ന് തോന്നുന്നു. അപ്പൊ അവര് ചോദിക്കും ഇതൊക്കെ ഏതാ പാട്ട് എന്നുള്ളത്. പക്ഷെ ഭയങ്കര രസമാണ് അത് കേൾക്കുമ്പോ. പ്രത്യേകിച്ച് കുട്ടികളുടെ വോയിസിൽ കുറച്ചുകൂടി ഭംഗിയുണ്ട് അത്. അപ്പം നമുക്ക് ഒരുപാട് പാട്ട് പാടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റിലെ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ത്രോട്ട് വളരെയധികം പ്രശ്നമായിട്ടിരിക്കുകയാണ്, നാളെ ഒരു പ്രോഗ്രാമും കൂടി ഉണ്ട്, അപ്പോൾ ആൾക്ക് സ്ട്രെയിൻ ചെയ്യാൻ വയ്യ. അപ്പം അതുകൊണ്ട് നമ്മൾ താൽക്കാലികമായി നിർത്തുന്നു. നീ രണ്ടാമത്തെ ഇന്റർവ്യൂ ആണെന്ന് ഞാൻ പറഞ്ഞു, മൂന്നാമത്തെ ഞാൻ വരും. മൂന്നാമത്തേന് കാണുന്നവരേക്കും ഗാലറി വിഷനോടൊപ്പം. താങ്ക് യു സോ മച്ച് ഗാലറി വിഷൻ. എന്തായാലും ഒരുപാട് സന്തോഷം. ഹെൽത്ത് ഒക്കെ വേണം ശരിയാവട്ടെ. യെസ് യെസ് യെസ്. ഓക്കെ, എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.